ഇന്ന് നമ്മൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൽ സർക്കാർ വിജയിച്ചിട്ടുണ്ടോ? ഈ വിഷയത്തിലുള്ള പ്രതികരണമാണ് ഞങ്ങൾ തേടിയത്. തെരഞ്ഞെടുക്കപ്പെട്ട പ്രതികരണങ്ങൾ കേൾക്കാം. വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ സർക്കാർ പൂർണ്ണ പരാജയമാണ്. ഒരു 5 വർഷമായിട്ട് മലയോര മേഖലയുടെ റോഡ് വികസന വർക്ക് ഇതുവരെ പല ഭാഗങ്ങളും നമ്മളൊക്കെ വാഹനങ്ങളുമായിട്ട് ഇറങ്ങുന്ന ആളുകളാണ്. റോഡിൻ്റെ കാര്യങ്ങളിൽ മലയോര മേഖലയിലെ റോഡുകൾ പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. എല്ലാം പേപ്പറിൽ മാത്രവും പ്രഖ്യാപനങ്ങളുമായിട്ടുള്ള സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ മേഖലകളിൽ സമഗ്രമായ പുരോഗതി വരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും ഇനിയും ശ്രദ്ധ പതിപ്പിക്കേണ്ട വിവിധ മേഖലകളുണ്ട്. നമുക്കറിയാം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ വളരെയേറെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും പരിപൂർണമെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട് നമുക്ക് റോഡിൻ്റെ കാര്യങ്ങൾ കാണിക്കും, അതുപോലെ തന്നെ മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒട്ടേറെ പുരോഗതി കൈവരിക്കുവാൻ നമുക്കിനിയുണ്ട്. പല മേഖലകളിലും നമുക്കറിയാം, മൂക്ക് പൊത്താതെ നടക്കാൻ കഴിയാത്ത അവസ്ഥ വലിയ വലിയ പട്ടണങ്ങളിലാണെങ്കിൽ പോലും. അപ്പോൾ സമഗ്രമായ ടൗൺ പ്ലാനിങ്, ഇത്തരം വിഷയങ്ങളിലൊക്കെ കുറെ കൂടെ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ തന്നെ പെൻഷനേഴ്സ്, സർവീസ് പെൻഷനേഴ്സിന് പെൻഷൻ കൊടുക്കാൻ തുകയില്ല. അതുപോലെ തന്നെ ലൈഫ് മിഷൻ, ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് ലൈഫ് പദ്ധതിയിലൂടെ ധാരാളം ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്ര ശതമാനം പേർക്ക് വീടുകൾ വെച്ച് കൊടുക്കാനുണ്ട്, എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട്, ഓരോ പഞ്ചായത്തിൽ എത്ര വീട് വെച്ച് കൊടുത്തിട്ടുണ്ടതിനെ കുറിച്ച് നമ്മൾ വളരെ ഗൗരവമായി അറിയുകയും പഠിക്കുകയും ചെയ്യാനുള്ള ഒരു വസ്തുതയാണ്. ഭവനരഹിതരായിട്ടുള്ള ആളുകൾ ഇന്നും ഭവനരഹിതരായിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഭവനങ്ങൾ ഒന്നുപോലും നിർമ്മിക്കാൻ കഴിയുന്നില്ല. അടിസ്ഥാന വികസനത്തിൻ്റെ കാര്യത്തിൽ ഇത്രയും കാലം കേരളത്തിൽ വന്നിട്ടുള്ള ഗവൺമെൻറ്റുകളിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, അതോടൊപ്പം തന്നെ സർക്കാർ ആശുപത്രികളിൽ നടപ്പിലാക്കിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഇന്ന് മികവുറ്റ രീതിയിലേക്ക് മറ്റ് സംസ്ഥാനങ്ങൾക്ക് തന്നെ മാതൃകയാവുന്ന രീതിയിലേക്കാണ് കേരളത്തിൻ്റെ അടിസ്ഥാന വികസനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരള സർക്കാർ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്ന കാര്യത്തിൽ പരിപൂർണ പരാജയമാണെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇന്നത്തെ ഗ്രാമീണ മേഖലയൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം, പല റോഡുകളും താറുമാറായിട്ടാണ് കിടക്കുന്നത്. ഒരു വികസന പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ പെൻഷൻ വിതരണ കാര്യങ്ങളിലും ലൈഫ് മിഷൻ്റെ വീടുകൾ കൊടുക്കുന്ന കാര്യങ്ങളിലും എല്ലാം തന്നെ വളരെ പരാജയമായ ഒരു നിലയിലേക്കാണ് സർക്കാർ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്.